അയലത്തെ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്ന ആദില നൂറമാർ വ്യവസായ പ്രമുഖനായ മലബാർ ഗോൾഡിന്റെ സഹസ്ഥാപകനായ അഫ്സലക്കയുടെ ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്തതും പിന്നീട് അതിനെ നിരാകരിച്ചുകൊണ്ട് അവർ ക്ഷണിക്കാതെയാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്സലക്ക ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമാണ്. അതിനോട് മുൻ മത്സരാർത്ഥിയായിരുന്ന റസ്മിൻ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. റസ്മിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷൻ ഒക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ്, അതായത് ക്ഷണിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ക്ഷണിച്ചിട്ട് അല്ല വന്നതെന്നുള്ളത് കള്ളമാണ്. കാരണം റസ്മിന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ച് അവരെ വിളിച്ച് ഫൈസലിക്കയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ ആദില നൂറമാർ ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. വീണ്ടും എന്നാ പറയുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാള് ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വളരെ ഭേഷായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കേ, ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥികളാണ്. അപ്പോൾ ഇവിടെയാണ് ലക്ഷ്മിയുടെ വില. ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയായിരുന്ന ലക്ഷ്മിയുടെ വില നമുക്ക് മനസ്സിലാകുന്നത്. സ്വന്തം നിലപാടിൽ അവര് ഉറച്ചു നിൽക്കുകയാണ്. അവര് പറയുകയാണ്, ഇവരെ എന്റെ വീട്ടിലേക്ക് ഞാൻ കേട്ടില്ല, ഇത് നോർമലൈസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. ആരൊക്കെ എതിർത്താലും, ലാലേട്ടൻ പോലും എതിർത്തിട്ടും, ബാക്കി കയറി വന്ന പല ആളുകളും അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടും ആ തന്റെ നിലപാടിൽ നിന്ന് അണിവിടെ മാറുവാനായിട്ട് ലക്ഷ്മി തയ്യാറായില്ല. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യണം, അത് പിടിച്ചു നിൽക്കണം. അതായത് എന്റെ മതപരമായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ലെസ്ബിയൻസിനെയോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ, സ്വവർഗ അനുരാഗം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ളവരെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ട് താല്പര്യമില്ല എങ്കിൽ നമ്മൾ ക്ഷണിക്കണ്ട. പക്ഷേ ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് ഒട്ടും നല്ലതായിട്ടുള്ള ഒരു പ്രവണതയല്ല. അത് നമ്മുടെ തന്നെ അഭിമാനത്തെ, നമ്മുടെ തന്നെ നിലപാടുകളെ അത് തകിടം മറിക്കുന്നതും ആ വിളിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളെ നമ്മൾ അപമാനിക്കുന്നതിനും തുല്യമാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി അഫ്സലിക്കയുടെ ഭാഗത്തു നിന്ന്, അഫ്സലിക്ക ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതിന് ഒരു തർക്കവുമില്ല. ധാരാളം പേർക്ക് നന്മകൾ ചെയ്യുന്ന, എന്നാല് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ കാര്യത്തില് ഫൈസലിക്കയ്ക്ക് തെറ്റുപറ്റി. ഈ മറുകണ്ഠം ചാടല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മറുകണ്ഠം ചാടിയതാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ് അഫ്സലിക്ക. ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് അവരെ ക്ഷണിക്കാതിരിക്കുക. ഇനി അതല്ല എങ്കിൽ സ്വന്തം ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് വളരെ നല്ലതാണ്, അത് അനുഗ്രഹപ്രദമാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ ക്ഷണിക്കാതിരിക്കുക. അതല്ലാതെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും നല്ല ഒരു കാര്യമല്ല. അത് ജനാധിപത്യ ഇന്ത്യയില് മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുന്നതിനേക്കാളുപരി മറ്റുള്ളവരെ നമ്മൾ അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്. നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ സന്തോഷമനുസരിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത്, മറ്റുള്ളവരെ നമ്മൾ അപമാനിക്കരുത്. ഈ തരത്തിലുള്ള അപമാനം നേരിട്ട ആദില നൂറമാരോട് അയലത്തെ മലയാളി എല്ലാ വിധത്തിലുള്ള സാഹോദര്യവും പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇവിടെ അഫ്സലിക്ക ചെയ്യേണ്ടിയിരുന്ന ഒരു കൃത്യമായൊരു കാര്യമുണ്ടായിരുന്നു, അവരെ ക്ഷണിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതൊരു നല്ല നിലപാടെന്ന് എല്ലാവരും പറഞ്ഞേനെ. പക്ഷെ ക്ഷണിച്ചു വരുത്തിയിട്ട് പിന്നെ ഈ മറുകണ്ഠം ചാടലും ഈ രണ്ടു വള്ളത്തെ കാല് ചവിട്ടിയിട്ടുള്ള ഇതും അതൊന്നും അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ലക്ഷ്മി ആയിരുന്നു ശരി. ലക്ഷ്മി കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഇതിനോട് താല്പര്യമില്ല, എൻ്റെ മക്കൾ ഇത് കണ്ട് പഠിക്കണ്ട, അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. അപ്പം ലക്ഷ്മിയുടെ നിലപാടിന് ഒരു സല്യൂട്ടും. അഫ്സലിക്കയോട് ചെയ്തത് തെറ്റാണെന്ന് അയലത്തെ മലയാളി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ റസ്മിൻ. ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു. വേറെ ഒന്നുമല്ല, ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ, എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ, അതുപോലെ ഈ സീസൺ 7 ആദില നൂറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫൈസൽക്കാട് ഹൗസ് വാമിങ്ങിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷൻ ഒക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്.
നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ല. എന്നെ അല്ല, എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഭയങ്കര സങ്കടം. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല, അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ്, അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യണ്ടേ? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ, മരിക്കണോ? വീട്ടുകാർ കൊല്ലുന്നു പറഞ്ഞു. സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് രണ്ടുപേരുടെയും ജീവിതം തൊലച്ച് നടക്കണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട്. ഫൈസൽക്കാരുടെ അടുത്ത് നിന്നും ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇനി എനിക്ക് നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ഒരാളും അല്ല. പക്ഷെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്ര പറയാനുള്ളൂ.